ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കുറച്ച് അരിഷ്ടാസവങ്ങളെ കുറിച്ച് മനസ്സിലാക്കാം. ഇത് ദ്രാക്ഷാരിഷ്ടമാണ്. ദ്രാക്ഷ എന്ന് പറയുമ്പോൾ മുന്തിരിയാണ്. ഇത് ലോഹാസമാണ്, ലോഹങ്ങൾ അടങ്ങിയിരിക്കുന്നതാണ്. ഇത് നമുക്ക് എന്താ, ഒരുപാട് ക്ഷീണമുള്ള ആളുകളെ ഉണ്ടാവും. എപ്പോഴും ക്ഷീണം, രക്തക്കുറവ്, വിളർച്ച, അതുപോലെ തന്നെ ശരീരത്തിൽ കാണപ്പെടുന്ന ഒട്ടനവധി പ്രയാസങ്ങൾക്കൊക്കെ വളരെ നല്ല ഒരു ഔഷധമാണ് ലോഹാസവം ദ്രാക്ഷാരിഷ്ടം. ഇത് 15 മില്ലി ലോഹാസവം 15 മില്ലി ദ്രാക്ഷാരിഷ്ടം ചേർത്ത് 30 മില്ലി വീതം 2 നേരം ഭക്ഷണത്തിന് ശേഷം കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഇത് പുനർനവാസവം. പുനർനവം എന്ന് പറയുമ്പോൾ അറിയാലോ, തഴുതാമയാണ്. ഇത് ബലാരിഷ്ടം. അശ്വഗന്ധം, കുറുന്തോട്ടി, ഇതൊക്കെയാണ് പ്രധാനമായിട്ട് അടങ്ങിയിരിക്കുന്നത്. മറ്റു പല മരുന്നുകൾ ഇതിലുണ്ട്. അപ്പൊ ഇതെന്ത് ചെയ്യാം, 15 മില്ലി പുനർവാസവും 15 മില്ലി ബലാരിഷ്ടം ചേർത്ത് രാവിലെയും രാത്രിയും ഭക്ഷണത്തിന് ശേഷം കഴിക്കുന്നത് ശരീരത്തിൽ കാണുന്ന അമിതമായിട്ടുള്ള നീരുകളൊക്കെ പുറത്തോട്ട് തള്ളാൻ വളരെ നല്ലതാണ് പുനർനാസം. അതോടൊപ്പം ബലാരിഷ്ടം സന്ധിവേദനക്കൊക്കെ നല്ലതാണ്. അപ്പൊ ഇത് മിക്സ് ചെയ്ത് നമുക്ക് കഴിക്കുമ്പോൾ അത്തരത്തിലുള്ള പ്രയാസങ്ങളൊക്കെ നമുക്ക് മാറ്റാൻ കഴിയും. അതേ രീതിക്ക് തന്നെ അശ്വഗന്ധാരിഷ്ടം ഒരുപാട് മരുന്നുകൾ അടങ്ങിയിട്ടുള്ളതാണ്. ദശമൂലാരിഷ്ടം അതെ, ഒരുപാട് മരുന്നുകൾ അടങ്ങിയിട്ടുള്ള ഒരു അരിഷ്ടമാണ് ദശമൂലാരിഷ്ടം. ഇതിൽ ബലാരിഷ്ടം ചേർത്ത് കഴിക്കുമ്പോൾ എന്താ പറയുക, ഇതേ രീതിയിൽ തന്നെ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ആളുകൾക്കൊക്കെ വളരെ ക്ഷീണം ഉണ്ടാവും. അങ്ങനെയുള്ള ക്ഷീണം മാറാനൊക്കെ വളരെ നല്ലതാണ് 10 മില്ലി ബലാരിഷ്ടം, 10 മില്ലി ദശമൂലാരിഷ്ടം, 10 മില്ലി അശ്വഗന്ധാരിഷ്ടം ഇങ്ങനെ ചേർത്ത് 30 മില്ലി വീതം 2 നേരം ഭക്ഷണത്തിന് ശേഷം കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഇത്തരം അരിഷ്ടങ്ങളൊക്കെ കഴിക്കുന്ന ആളുകൾ, ഷുഗറുകളുള്ള ആളുകൾക്കൊക്കെ ആണെങ്കിൽ ഷുഗർ പെട്ടെന്ന് കൂടും. അപ്പോൾ അതൊക്കെ ഡോക്ടർമാരുടെ നിർദ്ദേശമൊക്കെ വിദഗ്ധരായ വൈദ്യന്മാരുടെ നിർദ്ദേശത്തിനനുസരിച്ചൊക്കെ നിങ്ങൾ കഴിക്കാവൂ. പക്ഷെ ഈ മരുന്നുകളൊക്കെ ഇത്തരം പ്രയാസം അനുഭവിക്കുന്ന ആളുകൾക്കൊക്കെ വളരെ നല്ലതാണ്. ഇതോടൊപ്പം തന്നെ എന്ത് ചെയ്യാം, നമുക്ക് ബലാശ്വന്തായി തൈലം ഇതൊക്കെ ചേർത്ത് നമ്മൾ ശരീരത്തിൽ തേച്ച് പിടിപ്പിക്കുന്ന ഇതുപോലുള്ള ഉപകാരപ്രദമായ നല്ല നല്ല വീഡിയോകൾ കാണുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോ ആയി കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.